ഓക്കെ ബ്രദർ താജുദ്ദീൻ, ഒരിക്കൽ കൂടി ഇതിപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് ലൈവിൽ പ്രോഗ്രാം തുടങ്ങിയിട്ട് ശരിക്കും ചില ടെക്നിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് ഇത് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ബ്രദർ താജുദ്ദീൻ ട്രിവാൻഡ്രം ത്തുള്ള ഒരാളാണ്. അദ്ദേഹം പൊതുരംഗത്തും അതുപോലെ തന്നെ മതപരമായ രംഗത്തും വർഷങ്ങളായി അനുഭവപരിചയമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്ട്രക്ചർ ഞാൻ ക്വിക്കായിട്ട് പറഞ്ഞാൽ, കാര്യം ഇത് യൂട്യൂബിൽ കാണുന്ന പ്രേക്ഷകർ ഒന്ന് മനസ്സിലാക്കുക, ഇത് ഫേസ്ബുക്ക് ലൈവായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇത് പിന്നീടാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചോദ്യം ചോദിക്കും. ഞാൻ ഓൾറെഡി ഒരു ചോദ്യം ചോദിച്ചു, അത് അദ്ദേഹത്തിന് കേൾക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ ആ ചോദ്യം റിപ്പീറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മറുപടി നമുക്ക് കേൾക്കാം. ഞാനിവിടെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, അല്ലെങ്കിൽ ഞാൻ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഈ ഹെഡിങ്ങിനകത്തുള്ള ചോദ്യം തന്നെയാണ്. മുൻ വേദഗ്രന്ഥങ്ങളിലെല്ലാം യാഹുവേ എന്ന ഏകനായ സത്യ ദൈവത്തെ ആരാധിക്കാനും യാഹുവേ അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നും മുൻ വേദഗ്രന്ഥങ്ങളിലെല്ലാം പഠിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് മുസ്ലിം സഹോദരങ്ങൾ യാഹുവേ എന്ന ഏക സത്യ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് അള്ളാഹ് എന്ന് പറയുന്ന ഖുറൈശികൾ ആരാധിച്ചിരുന്ന 3 പെൺമക്കളുള്ള, അല്ലെങ്കിൽ ഖുറൈശികളുടെ വിശ്വാസത്തിൽ, മുഹമ്മദിന് മുമ്പുള്ള വിശ്വാസത്തിൽ 3 പെൺമക്കളുണ്ടായിരുന്ന, അറേബ്യൻ ബഹുദൈവങ്ങളിൽ ഒരാളായ, സമന്മാരുണ്ടായിരുന്ന അള്ളാഹ് എന്ന് പറയുന്ന ബഹുദൈവങ്ങളൊരാളെ എന്തുകൊണ്ടാണ് ഏകദൈവമായിട്ട് ആരാധിക്കുന്നത്? യഥാർത്ഥ സത്യദൈവത്തെ ഉപേക്ഷിച്ചിട്ട് അള്ളാഹ് എന്ന് പറയുന്ന ഒരു ബഹുദൈവങ്ങളൊരാളെ ഏകദൈവമായിട്ട് ആരാധിക്കുന്നത് തികച്ചും ഒരു ബഹുദൈവ ആരാധന തന്നെയല്ലേ? ഇതാണ് എൻ്റെ ചോദ്യം. താങ്കൾക്ക് മറുപടി പറയാനുള്ള സമയമാണ്. ഞാൻ സമയം സെറ്റ് ചെയ്യാം. മിസ്റ്റർ സെബാസ്റ്റ്യൻ, താങ്കളുടെ ചോദ്യം വളരെ നല്ല ചോദ്യമാണ്. ഞാൻ ടൈം ഒന്ന് സെറ്റ് അതിന് എന്റെ പറഞ്ഞു. അതിന് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ പഠിച്ചതും വെച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണ് തരുന്നത്. അത് എത്രത്തോളം താങ്കൾക്ക് തൃപ്തികരമാകും എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാൻ ശ്രമിക്കാം. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ താങ്കൾ അംഗീകരിച്ചാൽ മാത്രമേ എന്റെ സംസാരം താങ്കൾക്ക് സ്വീകരിക്കാൻ കഴിയും. അതൊരു വിഷയമാണ്. രണ്ടാമത്തെ വിഷയം, താങ്കൾ വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിഗതത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിഷയം മുമ്പോട്ട് കൊണ്ടുപോകാം. ബുദ്ധിപരവും യുക്തിപരവുമായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഒന്ന്, ആദം നബിയോ അദ്ദേഹത്തിന് ശേഷം വന്ന ഇദ്രീസ് നബിയോ അദ്ദേഹത്തിന് ശേഷം വന്ന നോഹ പ്രവാചകനോ ഇവർക്കിറങ്ങിയ ഏത് ഗ്രന്ഥത്തിലാണ് യാഹുവെ കുറിച്ച് പറയുന്നത്? അത് പറയാൻ ആധികാരികമായ ഗ്രന്ഥം ഏതാണ്? ഈ 3 പ്രവാചകന്മാരെ ഞാൻ പറഞ്ഞതിൽ ആധികാരികമായിട്ട് യാഹുവെ എന്ന് പറയുന്ന ദൈവത്തെ കുറിച്ച് ഈ 3 പ്രവാചകന്മാരെ, അബ്രഹാം പ്രവാചകന് മുമ്പുള്ള ഈ 3 പ്രവാചകന്മാര് ദൈവത്തെ എന്ത് പേരിൽ വിളിച്ചിരുന്നു? വളരെ കൃത്യമാണ് എന്റെ ഉത്തരം. എന്ത് പേര് വിളിച്ചിരുന്നു? യാഹുവെ എന്ന് വിളിച്ചിരുന്നു, എലോഹീം എന്ന് വിളിച്ചിരുന്നു, ഏലി എന്ന് വിളിച്ചിരുന്നു, അതല്ല അള്ളാഹു എന്ന് വിളിച്ചിരുന്നു, അതല്ല മറ്റു വേറെ ഏതെങ്കിലും പേരാണോ ഈ പ്രവാചകന്മാർക്ക് വിളിക്കുക? ആ യേഹുവ തന്നെയാണോ യേശു ക്രിസ്തു? ആ യേഹുവ തന്നെയാണോ ഇന്ന് നമ്മൾ മുന്നിൽ അവതരിച്ചിരിക്കുന്ന യേശു ക്രിസ്തു? ഞാൻ യേശു ക്രിസ്തു എന്ന് പറയാറേ ഇല്ല. ഈസബിന് മറിയം എന്ന് മാത്രമേ ഞാൻ സംഭവം ചെയ്യാറുള്ളൂ. മറിയമിന്റെ പുത്രനായ ഈസ, ആ ഈസ ആയിരുന്നു ഈ യാഹു. അദ്ദേഹം എങ്കിൽ ഈ കഴിഞ്ഞുപോയ 3 പ്രവാചകന്മാർക്ക് ഏത് ഗ്രന്ഥമാണ് ഇറങ്ങിയത്? ആ ഗ്രന്ഥങ്ങളുടെ പേരെന്താണ്? അവരതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പേരെന്താണ്? അതാണ് എന്റെ ചോദ്യം. ഉത്തരം ഓക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഇപ്പോൾ താങ്കൾ ചോദ്യം ചോദിച്ചു, ഞാൻ ചോദ്യം ചോദിച്ചു, താങ്കൾ ഉത്തരം പറഞ്ഞു. നമ്മൾ ഇതിൻ്റെ ഒരു കൗണ്ടർ സെക്ഷനിലേക്ക് കിടക്കാണ്. ഓരോ മിനിറ്റ് വീതം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം കഴിയുന്നത്ര. ഇവിടെ ചോദിച്ച ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ഒരു ബഹുമാനമെങ്കിലും താങ്കൾ കാണിക്കും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇവിടെ ചോദിച്ച ചോദ്യം യാഹുവെ എന്ന ഏക സത്യദൈവത്തെ, മുൻ വേദഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യാഹുവെ എന്ന ഏക സത്യദൈവത്തെ ഉപേക്ഷിച്ചിട്ട് അള്ളാഹ് എന്ന് പറയുന്ന ഈ അറേബ്യൻ ബഹുദൈവങ്ങളിൽപ്പെട്ട അള്ളാഹയെ നിങ്ങൾ എന്തിനാരാധിക്കുന്നു എന്നുള്ളതായിരുന്നു ഇവിടുത്തെ ചോദ്യം. അതിന് താങ്കൾ ഉത്തരം പറഞ്ഞിട്ടില്ല. താങ്കൾ ഉത്തരം പറയാതെ മുൻ വേദഗ്രന്ഥങ്ങൾ, ആദത്തിനും നോഹയ്ക്കും കിട്ടിയ ഗ്രന്ഥങ്ങളിൽ എവിടെയാണ് യാഹു എന്ന് പറയുന്നതെന്നൊരു മറുചോദ്യമാണ് താങ്കൾ ചോദിച്ചിരിക്കുന്നത്. അല്ലാതെ ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം താങ്കൾ പറഞ്ഞിട്ടില്ല. ഈ മുൻ വേദഗ്രന്ഥങ്ങൾ, ആദത്തിനും നോഹയ്ക്കും ഗ്രന്ഥം കിട്ടിയെന്ന്
ഈ മുഹമ്മദ് എന്ന് പറയുന്ന അറബി യുവാവ് AD 570 ജനിക്കുന്ന ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഗ്രന്ഥം ഉണ്ടെങ്കിൽ താങ്കൾ ആ ഗ്രന്ഥം കൊണ്ടുവരൂ. ആ ഗ്രന്ഥത്തിൽ എവിടെയാണ് അള്ളാഹ് എന്ന് എഴുതിയിരിക്കുന്നതെന്ന് കൊണ്ടുവരൂ. മുഹമ്മദ് AD 570 പറഞ്ഞിട്ടുള്ള ഒരു നുണയല്ലാതെ, ഒരു ഗ്രന്ഥമല്ലാതെ ഈ പറയുന്നതിന് എവിടെ മുൻ വേദഗ്രന്ഥങ്ങളുള്ള ആദത്തിന്റെ മക്കളോ നോഹയുടെ മക്കളോ എവിടെയെങ്കിലും ഒരു ഗ്രന്ഥം നോഹയും ആദവും എഴുതിയതായിട്ടോ കൊണ്ടുവന്നായിട്ടോ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ രേഖ കാണിക്കും. ഓക്കെ, താങ്കളുടെ സമയമാണ്, പറഞ്ഞോളൂ. അപ്പം താങ്കളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞില്ലെന്നാണ് താങ്കളുടെ ചോദ്യം അതോടൊപ്പം അതിലൊരു ഉത്തരവുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് യാഹുവേ എന്ന ദൈവത്തെ എനിക്ക് രണ്ടഭിപ്രായമില്ല. അദ്ദേഹം സർവ്വന ദൈവം തന്നെയാണ്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് തന്നെയാണ്, ഈ അണ്ഡകടാഹങ്ങളുടെ അധിപനാണ് യാഹുവേ. അതിൽ എനിക്ക് രണ്ടഭിപ്രായമേ ഇല്ല. അതിലൊന്ന് ഈ യാഹുവേ എന്ന് പറയുന്ന, ഞാൻ ഉത്തരം പറഞ്ഞ യാഹുവേ എന്ന് പറയുന്ന ദൈവം പടച്ച തമ്പുരാൻ, അത് പ്രപഞ്ചത്തിന്റെ അധിപനാണ്, സൃഷ്ടാവാണ്, സംരക്ഷകനാണ്, സംഹാരകനാണ്. ആ കാര്യത്തിൽ എനിക്ക് രണ്ടഭിപ്രായമില്ല. ഞാൻ പറഞ്ഞു, ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്, അങ്ങനത്തെ യാഹുവേ കഴിഞ്ഞുപോയ സകല പ്രവാചകന്മാരും എങ്ങനെയാണ് പരിചയപ്പെടുത്തി എന്നതാണ് എന്റെ ചോദ്യം. എന്തായാലും യാഹുവേ ഏക സത്യ ദൈവമാണ് എന്ന് തുറന്നു പറയാൻ കാണിച്ച നല്ല മനസ്സിന് ആദ്യമേ തന്നെ ഹൃദയംഗമായ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ചോദ്യം വളരെ പ്രിസൈസ് ആയിട്ട് മനസ്സിലാണ്. ഞാനും ഇദ്ദേഹവും യാഹുവേ ഏക സത്യ ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ യാഹുവേക്ക് 3 പെൺമക്കളുണ്ടെന്ന് ഒരിക്കലും ഖുറൈശികൾ പറഞ്ഞിട്ടില്ല? അവർ അള്ളാഹു എന്ന് പറയുന്ന അവരുടെ ദൈവത്തിന് 3 പെൺമക്കളുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 3 പെൺമക്കളുണ്ടെന്ന് ഖുറൈശികൾ വിശ്വസിച്ചിരുന്ന അള്ളാനെ പിന്നെ താങ്കൾ എന്തുകൊണ്ട് ദൈവമായിട്ട് കാണുന്നു? യാഹുവയാണ് ഏകസത്യ ദൈവമെങ്കിൽ യാഹുവേക്ക് പെൺമക്കളുള്ളതായിട്ട് ഖുറൈശികളും പറഞ്ഞിട്ടില്ല. ഖുറൈശികളുടെ അള്ളാഹ്ക്ക് പെൺമക്കളില്ല എന്ന് ഈ യാഹുവിനെ ആരാധിച്ചിരുന്ന ആരും പറഞ്ഞിട്ടില്ല. മുഹമ്മദ് AD 570 ഏകദൈവമായി യാഹുവെ ആരാധിക്കാതെ ഖുറൈശികളുടെ ബഹുദൈവത്തെ ഏകദൈവമെന്ന് വിളിച്ചതിന്റെ കാരണം എന്താണ്? അതായത് മുഹമ്മദ് AD 570 ശേഷം ഏകദൈവമായി യാഹുവെ ആരാധിക്കാതെ ഖുറൈശികളുടെ ബഹുദൈവങ്ങൾ ഒരാളായ 3 പെൺമക്കളുണ്ടായിരുന്ന അള്ളാഹയെ ആരാധിച്ചതിന്റെ കാരണം എന്താണ്? ഓക്കെ, അപ്പം അതില് ആദ്യം പറഞ്ഞതില് ഒന്ന് താങ്കൾ പറഞ്ഞതോട് ഞാൻ യോജിച്ചു. രണ്ടാമത്തെ എന്റെ ചോദ്യത്തിൽ താങ്കൾ സ്പർശിച്ചിട്ടേ ഇല്ല. ഓക്കെ, മൂന്നാമത്തെ താങ്കൾ ചോദിച്ചത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ ലോകത്ത് ആദമിന് ശേഷം വന്നിട്ടുള്ള സകല ജനങ്ങളുടെയും ഇടയിൽ, ജനസന്തതികളുടെയും മുന്നിൽ ഒരു പ്രവാചകനെ നിയോഗിക്കാതെ ഈ ലോകത്ത് മറ്റാരും കടന്നുപോയിട്ടില്ല. ഒരു പ്രവാചകം വരാതെ ഒരു സമൂഹവും ഒരു സമുദായവും കടന്നുപോയിട്ടില്ല. ഈ സമുദായങ്ങൾ ഏത് ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്, അതേ ഭാഷയിലാണ് ദൈവത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആൻ പറയുന്നു. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാം. ഈ ലോകത്ത് ഹിബ്രു ഭാഷയിലാണ് വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഗ്രന്ഥം അവതരിച്ചെങ്കിൽ അത് ഹിബ്രുവിലായിരിക്കും, സുറിയാനിയിലാണെങ്കിൽ സുറിയാനിയിലായിരിക്കും, സംസ്കൃതത്തിലായിരിക്കും, അറബിയാണെങ്കിൽ അറബിയിലായിരിക്കും. എങ്കിൽ ആ ജനങ്ങൾക്ക് ആ വർത്തമാനം മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും കഴിയുള്ളൂ. അതുകൊണ്ടാണ് യാഹുവെ ഹിബ്രു ഭാഷയിൽ, അതേ തോറയിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ അറബിയിലേക്ക് വന്നപ്പോൾ ആ യാഹുവെ തന്നെയാണ് അള്ളാഹുവായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. ബ്രദർ, ഇവിടെ തികച്ചും വ്യത്യസ്തമായ ഒരു അബദ്ധം ഇവിടെ കൈമണിഞ്ഞിട്ടുണ്ട്. യാഹുവെ എന്ന ഏകസത്യ ദൈവത്തിന് പെൺമക്കൾ ഉണ്ടെന്ന് ഒരിക്കലും ഖുറൈശികൾ പറഞ്ഞിട്ടില്ല. ഖുറൈശികളുടെ അള്ളാഹിന് പെൺമക്കൾ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ താങ്കൾ ആരാധിക്കുന്നത് 3 പെൺമക്കൾ ഉണ്ടെന്ന് ഖുറൈശികൾ പറഞ്ഞ അള്ളാഹു ഏതാണോ ആ അള്ളാഹിനെയാണോ, അതോ യാഹുവെ എന്ന പെൺമക്കൾ ഉണ്ടെന്ന് ഒരിക്കലും ഖുറൈശികൾ ആരോപിക്കാത്ത യാഹുവെ എന്ന സത്യദൈവത്തെയാണോ? അതായത് താങ്കൾ ഇന്ന് ഖുറൈശികൾ 3 പെൺമക്കൾ ഉണ്ട് എന്ന് പറഞ്ഞ
അള്ളാ എന്ന് പറയുന്ന ആ ഖുറൈശികൾ ആരാധിച്ചിരുന്ന ദൈവത്തെയാണോ അതോ യാഹു എന്ന സത്യ ദൈവത്തെയാണോ? കാര്യം ഖുറൈശികൾ ഒരിക്കലും യാഹുവയ്ക്ക് പെൺമക്കളുണ്ടെന്നും പറഞ്ഞിട്ടില്ല. ഖുറൈശികൾ ഈ മക്കയിൽ താമസിച്ചിരുന്ന യഹൂദന്മാർ പോലും ഖുറൈശികളുടെ അള്ളായിക്ക് 3 പെൺമക്കളില്ല എന്നും പറഞ്ഞിട്ടില്ല. ഖുറൈശികളുടെ അള്ളയാണ് ഞങ്ങളുടെ ഈ പറയുന്ന യഹോവയെന്ന് യാഹുവയെന്ന് മക്കയിലെ യഹൂദന്മാർ പോലും, മക്കയിലെ ബനൈ ഇസ്രായേൽ സമൂഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പൊ താങ്കൾ ആരാധിക്കുന്ന ദൈവം ഏതാണ് ഈ കൂട്ടത്തിൽ? ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ച ഒന്ന് താങ്കൾ ഇതൊരു മറുപടി പറഞ്ഞു. ഒരു സെക്കൻഡ്, ടൈം വെക്കുന്നതിന് ഒന്ന് ഇടപെട്ടോട്ടെ ടൈം വെക്കുന്നതിന് ഒന്ന് ഇടപെട്ടോട്ടെ. അതായത് ഇവിടെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, ആ ചോദ്യം 1 മിനിറ്റാണ് എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നത്. അതിന്റെ ഉത്തരം താങ്കൾ 3 മിനിറ്റ് കൊണ്ട് പറഞ്ഞു. എന്നോട് ചോദിക്കാനുള്ള സമയം വന്നിട്ടില്ല. ഇത് എന്റെ ചോദ്യത്തിന് താങ്കൾ മറുപടി പറയുകയാണ്. അതിനുശേഷം എത്ര പ്രാവശ്യം ഇപ്പൊ ഇതോടുകൂടി നിർത്തണോ? നമുക്ക് നിർത്തിയിട്ട് എന്റെ ചോദ്യത്തിലേക്ക് കിടക്കുന്നിട്ട് നമുക്ക് ഓൾട്ടർനേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞോളാം. അതുകൊണ്ടാണ് ഞാൻ എന്നോടുള്ള ചോദ്യത്തിന് പരാമർശിക്കാത്തതുകൊണ്ട് താങ്കൾക്ക് ചോദിക്കാനുള്ള സമയമുണ്ടല്ലോ. ഓക്കെ, താങ്കൾ പറഞ്ഞതിന് ഒരു ഉപബോധകമായിക്കൊണ്ടാണ് ഞാൻ ആദം, നൂഹ്, ഇദ്രീസ് 3 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞു. അത് താങ്കൾ സന്ദർഭമനുസരിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഓക്കെ, ഇനിയിപ്പം താങ്കൾ ചോദ്യം വളരെ പ്രസക്തമായ താങ്കളുടെ പല യൂട്യൂബുകളിലും ഞാൻ കണ്ടത് 3 പെൺമക്കളുള്ള ദൈവത്തെ കുറിച്ചാണ് സംസാരിച്ചത്. അത് താങ്കൾ പറയണ അധ്യായം ഒന്ന് പറയൂ. അധ്യായത്തിൽ ഏത് ആയത്താണെന്ന് പറയൂ. ആയത്ത് ഏതാണെന്ന് പറയൂ, ഞാൻ നോക്കട്ടെ. പെൺമക്കളുണ്ട് എന്ന് പറയപ്പെടുന്ന അധ്യായം, അതിന്റെ ആയത്ത് നമ്പർ ഒന്ന് പറയാനാൽ ഞാൻ നോക്കാം. താങ്കളുടെ സമയം ആയതുകൊണ്ടാണ് ഞാൻ ഇടപെടാത്തത്. കുഴപ്പമില്ല, എന്റെ ടൈം കുറച്ചായത് കുഴപ്പമില്ല. താങ്കൾ തുടങ്ങിക്കോളൂ. ഞാൻ പറഞ്ഞതാണ് അത് ഏത് ആയത്ത്, ഏത് സൂക്തമാണ്, ഏത് ആയത്താണ് എന്ന് താങ്കൾ ഒന്ന് വ്യക്തമാക്കൂ. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സൂറ നജ്മ് 53-ാമത്തെ സൂറയിൽ വളരെ വ്യക്തമായിട്ട് എൻ്റെ 53-ാമത്തെ സൂറ 19-ാമത്തെ ആയത്തിൽ വളരെ വ്യക്തമായിട്ട് സൂറ നജ്മിൽ പറയുന്ന ഒരു കാര്യമാണ്, അള്ളാഹുവിന് 3 ലാത്ത, മനാത്ത, ഉസ എന്ന് തുടങ്ങിയ ഈ 3 ആളുകൾ നിനക്കറിയില്ല. ഞാൻ വേണേൽ ആയത്തെടുത്ത് താങ്കൾക്ക് ഡിസ്പ്ലേ ചെയ്യണോ? ടൈം അനുവദിച്ചാൽ ഞാൻ ഡിസ്പ്ലേ ചെയ്ത് താങ്കളെ കാണിച്ചു. ലാത്ത, മനാത്ത തുടങ്ങിയ ഈ 3 പെണ്ണുങ്ങളുടെ പേര് പറഞ്ഞിട്ട് അള്ളാഹുവിന് എന്താ പെൺമക്കളും നിങ്ങൾക്കൊക്കെ എന്താ ആൺമക്കളുമാണോ? അതായത് അന്നത്തെ ഖുറൈശികൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിരുന്ന കാര്യം, ലാത്തയെയും മുസയെയും പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വേറെ 3-മതായുള്ള മനാത്തയെ പറ്റിയും എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. സന്താനമായി നിങ്ങൾക്ക് ആണും അള്ളാഹുവിന് പെണ്ണുമാണെന്നാണോ? എങ്കിൽ അത് നീതിയില്ലാത്തൊരു ഓഹരി വെക്കൽ തന്നെ. നിങ്ങളും നിങ്ങളുടെ പിതാക്കളും നാമകരണം ചെയ്ത ചില പേരുകളല്ലാതെ മറ്റൊന്നുമല്ല അവ. അതായത് 3 പെൺമക്കളുടെ അപ്പനായിട്ടാണ് അള്ളാഹുവിനെ കണ്ടിരുന്നത്. ആ അള്ളാഹു യാഹുവയാണെന്ന് ഒരു ഖുറൈശിയും പറഞ്ഞിട്ടില്ല. ആ അള്ളാഹുവും പെൺമക്കളില്ലാത്ത യാഹുവും തമ്മിൽ ഒരു ബന്ധമില്ല. പിന്നെ താങ്കൾ എന്തിനാണ് അള്ളാഹിനെ ആരാധിക്കുന്നത്? ഓക്കെ, ഞാൻ താങ്കളുടെ ടൈം സെറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞുതരാം. 53-19 ലാത്തയും ഉസയും പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ലാത്ത, ഉസ, ഉബില്, മനാത്ത എന്ന് പറയുന്ന 60-ൽ പരം വിഗ്രഹങ്ങളെ കഅബാലയത്തിനകത്ത് വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ജനസമൂഹം. അവരുടെ സംസാര രീതി എന്താണെന്ന് പറഞ്ഞാൽ, ഇതെല്ലാം ദൈവത്തിന്റെ പെൺമക്കളാണ്, ഇത് ആൺമക്കളാണ്, ഇത് കുട്ടി ദൈവങ്ങളാണ്, ഇതെല്ലാം ചെയ്യാൻ കഴിവുള്ളവരാണ് എന്ന അവരുടെ ധാരണയ വിശുദ്ധ ഖുർആൻ സൂറത്ത് 53-ൽ 19, 20, 21, 22, 23 ആയത്തുകളിൽ കൂടി അതിന്റെ കടയ്ക്ക് വിശുദ്ധ ഖുർആൻ കത്തിരിക്കുകയാണ്. ഇതൊന്നും അങ്ങനെയല്ല, അത് അവരുടെ ജൽപ്പനകൾ മാത്രമാണ്. അതുകൊണ്ട് ആ ജൽപ്പനകളെ വലിച്ചെറിയുകയാണ്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് നമസ്കരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് മദ്യപാനത്തിൽ നിന്ന് മോചിതനാവാൻ സമയമായില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. അവിടെ വെച്ച് മിസ്റ്റർ സെബാസ്റ്റ്യനെ പോലുള്ളവർ ചോദിക്കും, നമസ്കരിക്കുമ്പോൾ മദ്യപിച്ചിരുന്നവരാണല്ലോ നിങ്ങൾ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഇവിടെ ഇദ്ദേഹം പറയുന്നത്, ഇവിടെ വളരെ വ്യക്തമായിട്ട് ആ ആയത്തിൽ പറയുന്നത് എന്താണ്? ഖുറൈശികൾ വിശ്വസിച്ചിരുന്ന അവരുടെ വിശ്വാസം അള്ളാഹ് എന്ന് പറയുന്ന ആ ദൈവത്തിന്, ഖുറൈശികളുടെ അനേക ദൈവങ്ങൾ ഒരാളെ അള്ളാഹ്ക്ക് 3 പെൺമക്കളുണ്ട്. താങ്കൾക്ക് എന്താണ് ബന്ധം?
യാഹുവയ്ക്ക് 3 പെൺമക്കളുണ്ടെന്ന് ഒരിക്കലും ഖുറൈശികൾ പറഞ്ഞിട്ടില്ല. എന്തിന്? ബനെ ഇസ്രായേലി സമൂഹം ആരാധിക്കുന്ന ദൈവത്തിന് 3 പെൺമക്കളുണ്ടെന്ന് ഒരു ഖുറൈശിയും പറഞ്ഞിട്ടില്ല. പ്രവാചകന്മാർ ആരാധിച്ചിരുന്ന ഏക ദൈവത്തിന് 3 പെൺമക്കളുണ്ടെന്ന് ഒരു ഖുറൈശിയും പറഞ്ഞിട്ടില്ല. ഏതോ അള്ളാഹ്ക്ക് 3 പെൺമക്കളുള്ളതിന് താങ്കൾ എന്തിനു ബുദ്ധിമുട്ടുന്നേ? ഏകദൈവമായി യാഹുവയെ ആരാധിക്കുന്ന താങ്കള്, ഏകദൈവമായി യാഹുവയാണ് സകലത്തിന് സൃഷ്ടാവെന്ന് വിശ്വസിക്കുന്ന താങ്കള് ഖുറൈശികളുടെ 3 പെൺമക്കളുള്ള ദൈവത്തെ എന്തിന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു? അതിന്റെ ആവശ്യം എന്താണ്? അപ്പൊ ഖുറൈശികൾ വിശ്വസിച്ചിരുന്ന അള്ളാഹ്ക്ക് 3 പെൺമക്കളുണ്ടായിരുന്നു, ലാത്ത, മനാത്ത, ഉസ. അത് ഖുറൈശികളുടെ വിശ്വാസമായിരുന്നു, അവരുടെ പിതാക്കന്മാരായിട്ടുള്ള വിശ്വാസമായിരുന്നു. ഈ അള്ളാഹ് യാഹുവെ അല്ലല്ലോ. യാഹുവയ്ക്ക് 3 പെൺമക്കളായിട്ട് ഒരു ഖുറൈശിയും വിശ്വസിച്ചിട്ടില്ല. പിന്നെ എന്തിനാ താങ്കൾ യാഹുവെ ഉപേക്ഷിച്ച് ഈ ഖുറൈശികൾ അള്ളാഹുടെ പുറകെ പോകുന്നു? താങ്കൾ ടൈം സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാം, പറഞ്ഞോളൂ. ഓക്കെ, അതായത് മിസ്റ്റർ സെബാസ്റ്റ്യൻ, ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വചനങ്ങളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ സൂറയിൽ, സൂറത്തുൽ നജ്മിൽ 19, 20, 21, 22 ആയത്തുകളിൽ വളരെ കൃത്യമായിട്ട് ഖുറൈശികളായ മക്ക മുശ്രിക്കുകൾ വെച്ച് അവർ ആരാധിച്ച് അവർ മനസ്സിലാക്കി വെച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. അതങ്ങനെയല്ല എന്ന് അവർക്കെതിരെ വിശുദ്ധ ഖുർആൻ ആഞ്ഞടിക്കുന്ന ഒരു ആയത്തുകളാണിത്. അത് അങ്ങനെ അല്ല എന്ന് ഒരു ജനസമൂഹത്തെ പഠിപ്പിക്കുമ്പോൾ അവരങ്ങനെ ആയിരുന്നു എന്ന് താങ്കൾക്ക് പറയാൻ ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ കഴിയുമോ? കഴിയില്ലല്ലോ. 2, ഈ ലാത്തയും ഉസ്സയും ഉബിലിനെ എല്ലാം ഇലാഹുമാരായിട്ടാണ് ആ സമൂഹം കണ്ടിരുന്നത്. അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിവുള്ള, അവരുടെ താല്പര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ കഴിയുന്ന ദേവതകളായിട്ട് അവർ കണക്കൂട്ടിയിരുന്നു ആ സമൂഹം. അത് ദൈവമാണോ? ഇവിടെ താങ്കൾ പറയുന്നത് പോലെ ഇലാഹുമാരായിട്ടാണ് കണ്ടിരുന്നത്. അള്ളാഹുവും അവർക്ക് ഇലാഹായിരുന്നു. അവരുടെ ഒരു ഇലാഹിന്, അതായത് അവരുടെ ഇടക്കേറില്ല സഹോദര, അവരുടെ ഇടക്കേറില്ല പ്ലീസ്. താങ്കളുടെ ടൈം കഴിഞ്ഞു, ടൈം ഔട്ട് ആയി. അതിനുശേഷം എന്റെ ടൈമാണ്. താങ്കൾ ദയവ് ചെയ്ത് ഇടക്കേറില്ലേ പ്ലീസ്. ഞാൻ ടൈം റീസ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ ലാത്ത, മനാത്ത, ഉസ തുടങ്ങിയ 3 പെൺമക്കളുള്ള അള്ളാഹ് എന്ന് പറയുന്ന ദൈവത്തെ ആരാധിക്കുന്ന ഖുറൈശികൾ എന്ന് പറയുന്ന സമൂഹം, യാഹുവ എന്ന് പറയുന്ന ഏക സത്യ ദൈവത്തെ ആരാധിക്കുന്ന ഏകദൈവ വിശ്വാസികളുടെ സമൂഹം, ഈ അള്ളാഹ്ക്ക് 3 പെൺമക്കളുള്ളതിനോ, ശിവന് 2 ആമക്കളുള്ളതിനോ, ഹുബാലിന് ഭാര്യ ഉള്ളതിനോ, ബ്രഹ്മാവിന് ഭാര്യ ഉള്ളതിനോ ആരാധിക്കുന്ന ആരാധിക്കുന്ന ഏകസത്യ ദൈവ വിശ്വാസികൾക്ക് എന്താണ് പ്രശ്നം? താങ്കൾ ഈ ലോകത്തുള്ള എല്ലാ വിശ്വാസത്തിലും ദൈവങ്ങളുടെ മക്കളെ ഇല്ലാതാക്കാൻ നടക്കുവാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ശിവന് ആൺമക്കളില്ലെന്നൂടെ അങ്ങ് പ്രസംഗിക്കണമല്ലോ. അപ്പൊ യാഹുവ എന്ന ഏകസത്യ ദൈവത്തെ ആരാധിക്കുന്ന താങ്കള് എന്തുകൊണ്ട് ഈ ഖുറൈശികളുടെ 3 പെൺമക്കൾ ഉണ്ടായിരുന്ന അള്ളാഹിനെ ആരാധിക്കണം? ഈ ഖുറൈശികളുടെ അള്ളാഹ്, ഈ യഹൂദന്മാരെ, ഈ ബനെ ഇസ്രായേൽ സമൂഹമോ മൂസയോ ആരാധിച്ചിരുന്ന യാഹുവയാണെന്ന് ഏതെങ്കിലും ഖുറൈശികളെ എന്തെങ്കിലും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടോ? ഈ ഖുറൈശികളുടെ അള്ളാഹയെ എന്തിന്, ഖുറൈശികൾ അള്ളാഹ്ക്ക് പെൺമക്കളുള്ളതിന് ഈ യാഹു എന്ന ഏകസത്യ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് എന്താ ബുദ്ധിമുട്ട്? താങ്കൾ ഖുറൈശികൾ അള്ളാഹിനെ ആരാധിക്കണ്ട, യാഹു എന്ന ഏകദൈവത്തെ ആരാധിച്ച പോരെ. താങ്കളുടെ സമയം സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പം താങ്കൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടേ ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഈ 3 പെൺമക്കൾ ഉണ്ടായിരുന്നു എന്ന് ഖുറൈശികളായ ഞാൻ പറയാൻ പദപ്രയോഗം വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. മക്ക മുശ്രിക്കുകളായ ആ രാജ്യത്തെ ജനവാസികൾ ആൾക്കാരാണ് ആരോപിക്കുന്നത് അള്ളാഹുവിന്റെ പേരിൽ, അല്ലാതെ അള്ളാഹു പറയുകയല്ല. അപ്പൊ ആരോപണം ആർക്കും എവിടെയും നടത്താം. ഈ ആരോപണത്തെ ഖണ്ഡിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്തത്. ഒന്ന്, പിന്നെ നിങ്ങൾക്ക് അത് പറയാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളെപ്പോലുള്ള ചില ഡിബേറ്റർമാർക്ക് അത് പറയാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ കാരണം ദൈവം പുത്രനായി മനുഷ്യരൂപം എടുത്തു വന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തിന് ലാത്തയും ഉസ്സയും ഉബിലും മനാത്തയൊക്കെ പുത്രന്മാരുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചയിൽ, നിങ്ങളുടെ ചിന്തയിലെല്ലാം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതേസമയം വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല. യേശു ക്രിസ്തുവിനെ പോലും, ഈസബിന് മറിയമ്മിനെ പോലും ഖുർആൻ പറയുന്നു ഒരു കാരണവശാലും അല്ലാഹുവിന്റെ പുത്രനല്ല, യഹോവയുടെ പുത്രനല്ല. ഓക്കെ, ഇവിടെ ഇപ്പോഴും ഇദ്ദേഹം അഡ്രസ് ചെയ്യാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു ചോദ്യം എന്താണ്? ഈ ഖുറൈശികളുടെ അള്ളാഹ്ക്കാണ് 3 പെൺമക്കളുള്ള, അല്ലെ യാഹുവേക്കല്ല. ഈ യാഹുവയ്ക്ക് പെൺമക്കൾ ഇല്ലാത്ത സ്ഥിതിക്ക് ഈ 3 പെൺമക്കളുള്ള ഖുറൈശികളുടെ അള്ളാഹയെ താങ്കൾ എന്തിനു ആരാധിക്കുന്നു എന്നാണ് ഇവിടുത്തെ ചോദ്യം. ഇവിടുത്തെ ചോദ്യം താങ്കൾക്ക് മനസ്സിലായോ? ഖുറൈശികളുടെ അള്ളാഹ്ക്കാണ് 3 പെൺമക്കളുള്ളത്, അല്ലാതെ ഏകസത്യ ദൈവത്തിനല്ല.
ഖുറൈശികളുടെ അള്ളാഹ്ക്ക് 3 പെൺമക്കളുണ്ട്, ഖുറൈശികളുടെ ഹുബാലിന് ഭാര്യയുണ്ട്. ഇതിനെയൊക്കെ തള്ളിപ്പറേണ്ട കാര്യമില്ലല്ലോ. യാഹു എന്ന ഏകസത്യ ദൈവത്തിന് പെൺമക്കളുള്ളതായിട്ട് ഏത് ഖുറൈശി ഏത് ഗ്രന്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ഖുറൈശിയും പറഞ്ഞിട്ടില്ല. ഈ ഖുറൈശികളുടെ അള്ളാഹ്ക്ക് പെൺമക്കളുള്ളതിന് ആ അള്ളാഹ് പെൺമക്കളെ തള്ളിപ്പറഞ്ഞാലും അള്ളാഹ്ക്ക് മക്കളില്ലെന്ന് പറഞ്ഞാലും ഈ ഖുറൈശികളുടെ അള്ളാഹ് എങ്ങനെയാണ് സഹോദര ഏകസത്യദൈവമായി യാഹുവയാകുന്നത്? മുൻ പ്രവാചകന്മാരെല്ലാം പറഞ്ഞിരിക്കുന്ന സത്യം യാഹുവെ ഏകസത്യദൈവം, യാഹു അല്ലാതെ മറ്റൊരു ദൈവവും ഇല്ല. ആ കാലഘട്ടത്തിലും ഖുറൈശികൾ 3 പെൺമക്കളുള്ള അള്ളാഹയെ ദൈവമായിട്ട് അനേക ദൈവങ്ങൾ ഒരാളായിട്ട് കാണുന്നു. ഈ അള്ളാഹയെ ഈ ഏകസത്യ ദൈവമായിട്ട് എന്താ ബന്ധം? ഖുറൈശികൾ അള്ളാഹ്ക്ക് പെൺമക്കൾ ഉണ്ടായിക്കോട്ടെ, അതിനെന്നാ പരാതി? ഓക്കെ, അതാണ് മിസ്റ്റർ സെബാസ്റ്റ്യൻ, താങ്കൾക്ക് കാര്യം മനസ്സിലാകാത്തതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ 2 പ്രാവശ്യം അത് വിശദീകരിച്ചു. ഞാൻ ഒന്നുകൂടെ കൃത്യമായിട്ട് പറയാം. മക്ക കാലഘട്ടത്തില് ആ മക്ക മരുഭൂമിയിൽ അവിടുത്തെ ജനങ്ങൾ അവര് വ്യത്യസ്തങ്ങളായ വിഗ്രഹങ്ങളെ വെച്ച് വ്യത്യസ്തമായ മരിച്ചുപോയി മൺമറഞ്ഞു പോയവരെയൊക്കെ വെച്ച് അവർ ആരാധിച്ചിരുന്നു. അവരോട് ചോദിക്കുകയാണ്, വിശുദ്ധ ഖുർആൻ പറയാണ്, മുഹമ്മദ് നബി താങ്കൾ അവരോട് ചോദിച്ചു നോക്കൂ, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നത് ആരാണ്? ഇവർക്ക് ആഹാരം കൊടുക്കുന്നത് ആരാണ്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും പടച്ച തമ്പുരാനായ അള്ളാഹു ആണ് എന്ന് പറയും. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? ഈ പെൺമക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, ആൺമക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, ലാത്ത ഉസ്സ ഉബിലു മനാത്തെ പോലുള്ളവരെ വിളിച്ച് എന്തിനു പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർ പറയും ഇവരെ പ്രാർത്ഥന കൊണ്ട്, അതായത് ഇവർ വലിയ മരിച്ചു മഹാന്മാരാണ്, അവരെ കാരുണ്യം കൊണ്ട് ദൈവം നമ്മുടെ എന്ന് പറയുന്നതായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു. സഹോദര, ഇപ്പം മക്കയിൽ ചെന്നു കഴിഞ്ഞാൽ, അറേബ്യയിൽ ചെന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടംപോലെ ദൈവങ്ങളുണ്ടായിരുന്നു. അതിൽ ഒരു ദൈവമായ അള്ളാഹിന് 3 പെൺമക്കളുണ്ടായിരുന്നു. ആ അള്ളാഹുവാണ് എല്ലാം സൃഷ്ടിച്ചെന്ന് മക്കാർ വിശ്വസിച്ചിരുന്നു. ഏകദൈവമായി യാഹുവെ എല്ലാം സൃഷ്ടിച്ചപ്പോ 3 പെൺമക്കളുള്ള അള്ളാഹാണ് സൃഷ്ടിച്ചതെന്നാണ് മക്കാർ വിശ്വസിച്ചത്. താങ്കൾ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറെ ദൈവങ്ങളുണ്ട്. അതിൽ ബ്രഹ്മാവ് എന്ന് പറയുന്ന സരസ്വതിയുടെ ഭർത്താവാണ് എല്ലാം സൃഷ്ടിച്ചതെന്ന് അവർ വിശ്വസിക്കുന്നു. താങ്കൾ ഇവിടെ വന്നിട്ട് അങ്ങനെയാണെങ്കിൽ ബ്രഹ്മാവിന് ഭാര്യയില്ല, ബ്രഹ്മാവാണ് ഏകദൈവം എന്ന് വിളിച്ചു പറയുമോ? അങ്ങനെ പറയുന്ന പോലെയല്ലേ ഈ പറയുന്ന മുഹമ്മദ് മക്കയിൽ ചെന്നിട്ട് ഈ 3 പെൺമക്കളുള്ള അള്ളാഹാണ് ഏകദൈവം, അല്ലാതെ യാഹു എന്നല്ല, അള്ളാഹാണ് ഏകദൈവം എന്ന് വിളിച്ചു പറഞ്ഞത്. താങ്കൾ ഈ ഇന്ത്യയിൽ സുവിശേഷം പറയുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിം പള്ളികള് ലാ ഇലാഹ ഇല്ല ബ്രഹ്മ എന്നാണ് വിളിച്ചു പറയുന്നത്. ഇന്ത്യയിൽ ബ്രഹ്മാവാണല്ലോ സൃഷ്ടാവ്, ഭാര്യയില്ലെന്ന് പറഞ്ഞാൽ പോരെ, എന്നിട്ട് ബ്രഹ്മാവിനെ ഏകദൈവമാക്കാമല്ലോ. അതുപോലത്തെ ഒരു പരിപാടിയല്ലേ മുഹമ്മദ് ചെയ്ത്? യാഹുവെ എന്ന ഏകസത്യ ദൈവത്തെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് പ്രവാചകന്മാർ ആരാധിക്കുമ്പോൾ ഈ ഖുറൈശികൾ സൃഷ്ടാവായി കരുതുന്ന 3 പെൺമക്കളുള്ള അള്ളയെ എങ്ങനെ ഏകദൈവമാക്കി ആരാധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു? ഓക്കെ ഓക്കെ, കാര്യം പിടികിട്ടി എന്ന് എനിക്കിപ്പോ മനസ്സിലായി താങ്കൾക്ക്. അതുകൊണ്ടാണ് താങ്കൾ ഡൈവേർട്ട് ചെയ്ത് മറ്റൊരു വിഷയത്തിലേക്ക് പോണത്. ദീർഘവേദത്തിലേക്കും സാമവേദത്തിലേക്കും അതേപോലെ തന്നെ ഉപനിഷത്തുകളിലേക്ക് പോകാൻ അങ്ങനെ നമുക്ക് സംസാരിക്കാം, കുഴപ്പമില്ല. ഋഗ്വേദം, ഗായത്രി മന്ത്രം ഒക്കെ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കുക സുഹൃത്തെ. അത് ഏകനായ ദൈവത്തെ കുറിച്ച് സംസാരിക്കുന്നത്, അത് വേറെ ചാപ്റ്ററാണ്, പിന്നീട് നമുക്ക് സംസാരിക്കാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ ഇവിടെ പറയുന്നത് താങ്കൾ ചോദിച്ച ചോദ്യം 3 പെൺമക്കളുടെ പിതാവാണ് അള്ളാഹു എന്ന് അള്ളാഹു പറഞ്ഞുവോ? അതിന് മാത്രം താങ്കൾ ഉത്തരം പറഞ്ഞാൽ മതി. എന്നിട്ട് അത് അള്ളാഹുവിനെ ആരാധിക്കാൻ എന്തിനാണെന്ന് പറയാം. അള്ളാഹു പറഞ്ഞുവോ ഈ 3 പെൺമക്കളുടെ പിതാവാണ് അള്ളാഹു എന്ന് അള്ളാഹു എവിടെയെങ്കിലും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾ കാണിച്ചു തരൂ. എന്നിട്ട് ഈ അള്ളാഹുവിനെ പിന്നെ ആരാധിക്കണം എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സമയം താങ്കൾക്ക് തന്നിരിക്കുന്നു. എന്റെ പൊന്നു സഹോദരൻ, ഇപ്പോഴും ചോദ്യം മനസ്സിലാകുന്നില്ലേ? ഈ ഖുർആൻ മുതലല്ല ഏകദൈവ ആരാധന ഉണ്ടാകുന്നത്. ഈ ഖുർആൻ ഉണ്ടാക്കിയ മുഹമ്മദ് നബി ജനിക്കുന്നതിന് 12,000 വർഷങ്ങൾക്ക് മുന്നേ പോലും ഏകദൈവ ആരാധനയുണ്ട്. ഈ പറയുന്ന മുഹമ്മദ് നബിക്ക് മുന്നേ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് പ്രപഞ്ച സൃഷ്ടാവായ പടച്ച തമ്പുരാനായ യാഹുവെ എന്ന ഏക സത്യ ദൈവത്തെ ആരാധിക്കുന്ന സമൂഹം ഈ ഭൂമിയിലുണ്ട്. ആ യാഹുവെ ആരാധിക്കാതെ ഈ മക്കാ മുശ്രിക്കുകൾ 3 പെൺമക്കളുണ്ടെന്ന് പറയുന്ന അള്ളാഹുവിനെ, അതായത് മക്കാ മുശ്രിക്കുകൾ പറയുന്നു, ഈ പറയുന്ന ഖുറൈശികൾ പറയുന്നു അള്ളാഹ്ക്ക് 3 പെൺമക്കളുണ്ട്. മുഹമ്മദ് പറയുന്ന അള്ളാഹ്ക്ക് 3 പെൺമക്കളില്ല. ഈ 2 കൂട്ടർ അവകാശപ്പെടുന്ന അവർ രണ്ടും പറഞ്ഞ സെയിം ആണെന്ന്. ഈ അള്ളാഹ്ക്ക് പെൺമക്കളുണ്ടെങ്കിലോ ഈ പറയുന്ന ബ്രഹ്മാവിന് ഭാര്യ ഉണ്ടെങ്കിലോ ഇതൊക്കെ എങ്ങനെയാണ് യാഹുവയുമായിട്ട് ബാധിക്കുന്നത്? യാഹുവ എന്ന ഏക സത്യ ദൈവത്തെ ആരാധിക്കേണ്ട താങ്കള് ഈ ഖുറൈശികളുടെ ബഹുദൈവമായ അള്ളാഹയെ ആരാധിക്കേണ്ട ബാധ്യത എന്താണെന്നാണ് ഇവിടുത്തെ ചോദ്യം. അള്ളാഹ്ക്ക് പെൺമക്കളോ ഭാര്യയോ കുടുംബമോ എന്തോ ഉണ്ടായിക്കോട്ടെ, ഈ ഖുറൈശികളുടെ ബഹുദൈവമായ അള്ളാഹയും ഈ പറഞ്ഞ യാഹുവായിട്ട് ഒരു ബന്ധവുമില്ല. ഖുറൈശികൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ യാഹുവയ്ക്ക് 3 പെൺമക്കളുണ്ടെന്നോ അള്ളാഹയ്ക്ക് പെൺമക്കളില്ല എന്ന് യഹൂദന്മാർ പറയുന്നതായിട്ടോ? താങ്കളുടെ സമയമാണ്. കഴിഞ്ഞോ? ഞാൻ പറയട്ടെ, ഒരു പ്രവാചകൻ
ഏത് സമൂഹത്തിലിറങ്ങുന്ന ആ സമുദായത്തിന്റെ അല്ലെ സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും മിസ്റ്റർ സെബാസ്റ്റ്യൻ? എന്തിനു വേണ്ടിയാണ് പ്രവാചകന്മാരെ ദൈവം നിയോഗിക്കുന്നത്? ആ സമൂഹത്തെ സംസ്കരിക്കുന്നതിന് വേണ്ടിയാണ്. സംസ്കാരശൂന്യമായ വിഗ്രഹാരാധനയിൽ അധിഷ്ഠിതമായ പിതാവിന്റെ സീമന്ത പുത്രനാണെന്ന് പറയുന്ന ജനവിഭാഗത്തിന്റെ ഇടയിലേക്ക്, പുത്രനും പിതാവും ഒന്നാണെന്ന് പറയുന്നതിന്റെ ഇടയിലേക്ക്, അങ്ങനെയുള്ള സാംസ്കാരികമായിട്ട് അധപ്പതിച്ചു പോയ ഒരു വലിയൊരു സമൂഹത്തിന്റെ ഇടയിലാക്കാൻ ഒരു പ്രവാചകനെ ദൈവം നിയോഗിക്കുന്നത്. ആ പ്രവാചകന്മാരാണ് അവരെ സംസ്കരിച്ചെടുക്കുന്നത്. ആ സംസ്കരണവുമായിട്ട് ആ രംഗത്ത് വരുമ്പോൾ ഉണ്ടായിരുന്ന കുറെ അന്ധവിശ്വാസവും അനാചാരവും അക്രമവും അനീതിക്കും എതിരായിരുന്നു എല്ലാ പ്രവാചകന്മാരും പടവെടുത്ത. അതേപോലെ മുഹമ്മദ് നബി അറബിയിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവരുടെ വിശ്വാസമായിരുന്നു അത്. ആ വിശ്വാസത്തിന്റെ കടയ്ക്ക് കത്തിവെച്ചു. ആ വിശ്വാസത്തെ കടയ്ക്ക് കത്തിവെച്ചത് കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ കൃത്യമായി രേഖപ്പെടുത്തിയത്. ബ്രദറെ, ഈ കടക്ക് കത്തിവെച്ചെന്ന് ബ്രദർ പറയുന്നത് എന്തൊരു കോമഡിയാ. കാര്യം അവരുടെ ദൈവത്തെ തന്നെ ഇപ്പോഴും താങ്കൾ അടക്കം വിളിക്കുന്നേ. ഈ ഖുറൈശികൾ 3 പെൺമക്കളുള്ള ദൈവത്തെ അള്ളാഹ് എന്ന് വിളിച്ചു. അതേ അള്ളാഹിനെ തന്നെ താങ്കൾ ഇപ്പോഴും ആരാധിക്കുന്നത്. എന്നിട്ട് അവരുടെ ഏത് വിശ്വാസന കടക്കൽ കത്തിവെച്ച് യഥാർത്ഥ ഏക ദൈവമായി യാഹുവെയാണ് മുഹമ്മദിനെ അയച്ചിരുന്നതെങ്കിൽ മുഹമ്മദ് അറബി നാട്ടിൽ ചെന്നാലും ഇന്ത്യയിൽ വന്നാലും യാഹുവിനെ ആരാധിക്കാനേ പറയുള്ളൂ. ഇത് മുഹമ്മദ് അറബി നാട്ടിൽ ചെന്നപ്പോൾ അള്ളാഹ് എന്ന് പറയുന്ന അറബികളുടെ സൃഷ്ടാവായിട്ട് ആരാധിക്കുന്ന ദൈവത്തെ പിടിച്ചു പൊക്കിയെങ്കിൽ ഈ പറക്കണക്കിന് മുഹമ്മദ് എങ്ങാനും ഇന്ത്യയിൽ വന്നിരുന്നെങ്കിൽ താങ്കൾ എന്ത് കലിമ ചൊല്ലിയനെ? ബ്രഹ്മാവല്ലാതെ വേറെ ദൈവമില്ലെന്ന് താങ്കൾ കലിമ ചൊല്ലേണ്ടി വന്നേനല്ലോ. മുഹമ്മദ് അപ്പൊ അറബി ജനിച്ചുകൊണ്ട് മാത്രമാണ് അള്ളാഹ് ദൈവമായേ. ഇന്ത്യയിൽ ജനിച്ചെങ്കിൽ ഇന്ത്യയിലെ വിശ്വാസത്തിലെ ബ്രഹ്മാവ്, സൃഷ്ടാവായ ബ്രഹ്മാവ് ദൈവമായേനെ. ഇനിയിപ്പോ വേറെ വല്ല ജർമ്മനിയിലും വല്ലതും വന്നെങ്കിൽ ഊടൻ ദൈവമായേനെ. അങ്ങനെ ഓരോ ബഹുദൈവ വിശ്വാസികളുടെ സമൂഹത്തിൽ ഓരോ പ്രവാചകന്മാർ വന്നിട്ട് അവരുടെ ബഹുദൈവ വിശ്വാസത്തിലെ ഒരു ദൈവത്തെ പിടിച്ച് ഏകദൈവമാക്കുകയാണോ പണി? അതാണ് പ്രവാചകന്മാരുടെ പണി. അതോ യഥാർത്ഥ ഏകദൈവമായി യാഹുവിലേക്ക് നയിക്കുകയാണ്? അപ്പൊ മുഹമ്മദ് അറബികളുടെ ദൈവത്തെ പിടിച്ചിട്ടാണ് ഏകദൈവവാക്യം എന്നുള്ളത് താങ്കളുടെ വാക്യം തന്നെ വ്യക്തമായില്ലേ? അങ്ങനെ ഇന്ത്യയിൽ മുഹമ്മദ് വന്നിരുന്നെങ്കിൽ ബ്രഹ്മാവിനെ താങ്കൾ കലിമ കഴിഞ്ഞു മിസ്റ്റർ സെബാസ്റ്റ്യൻ, സോറി. അതായത് ഞാൻ കാര്യങ്ങളെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് താങ്കൾക്ക് മനസ്സിലായില്ല. ഞാൻ ഒരു ഉദാഹരണത്തിൽ കൂടെ പറയാം. ഈ യാഹുവേ ആണ് ഈ അള്ളാഹു എന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടും താങ്കൾക്ക് അത് ഹാങ്ങോർ അതിൽ നിന്ന് മാറിയിട്ടില്ല. ഞാൻ പറഞ്ഞു യാഹുവേ എന്ന് പറയുന്നതാണ് അറബിയയിൽ മുഹമ്മദ് നബിയെ നിയോഗിച്ച ദൈവം തമ്പുരാൻ എന്ന് ഞാൻ ആദ്യം ഫസ്റ്റ് പറഞ്ഞു നിർത്തിയതാണ് എന്റെ ഓർമ്മ. ഓക്കെ. എന്തുകൊണ്ട് ഇഞ്ചിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ യാഹു എന്നാണോ ഉപയോഗിച്ചിരിക്കുന്നത്, അതാ യഹോവ എന്നാണോ ഉപയോഗിച്ചിരിക്കുന്നത്, അതാ പിതാവ് എന്നാണോ ഉപയോഗിച്ചിരിക്കുന്നത്? ആ സമൂഹത്തിലേക്ക് ഇതേ ദൈവം തന്നെയാണോ ഈ ജീസസിനെ അയച്ചത്? താങ്കൾ പറയൂ. മറിച്ച് ഇവിടെ ഞാൻ വളരെ കൃത്യമായിട്ട് ഒരാൾക്കും സംശയമില്ലാത്ത രൂപത്തിലാണ് പറഞ്ഞത്. യാഹുവേ എന്ന പരമപ്രധാനിയായ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു. ആ യാഹുവെ അറബിയിൽ നമ്മൾ സംസാരിക്കുന്നതാണ് അള്ളാഹു. പരബ്രഹ്മം എന്നും പറയും. ഒരു സെക്കൻഡ് സഹോദര, യാഹുവെയാണ് അള്ളാഹു എന്ന് ഈ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടോ? ഈ യാഹുവെയാണ് അള്ളാഹു എന്ന്, അതായത് ഈ താങ്കൾ ഇപ്പോ മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ മുഹമ്മദ് ജനിക്കുന്നതിന് മുന്നേ ജീവിച്ചിരുന്ന ഒരാളാണെങ്കിൽ മക്കയിൽ യാഹു എന്ന ഏകസത്യ ദൈവത്തെ ആരാധിക്കുന്ന ബനെ ഇസ്രായേലി സമൂഹവും അള്ളാ, മനാത്ത, ഹുബാല്, അര, ദുഷാര തുടങ്ങിയ 360ഓളം ഇലാഹുമാരെ ആരാധിക്കുന്ന മുശ്രിക്കുകളും അല്ലെങ്കിൽ ഖുറൈശികളും ഉണ്ട്. താങ്കൾ ആരുടെ കൂടെ കൂടും? താങ്കൾ ഈ ബഹുദൈവ അള്ളാഹ് അടക്കമുള്ള ബഹുദൈവങ്ങൾ ആരാധിക്കുന്ന ഖുറൈശികൾക്കൊപ്പം പോകുമോ യാഹു എന്ന ഏകസത്യ ദൈവത്തെ ആരാധിക്കുന്ന ഈ മക്കയിലെ ബനെ ഇസ്രായേൽ സമൂഹത്തിനൊപ്പം കൂടുവോ? താങ്കൾ ഇവിടെ ചെയ്യുന്നത് ബനെ ഇസ്രായേൽ സമൂഹത്തിന്റെ യാഹു എന്ന സത്യദൈവത്തെ ആരാധിക്കാതെ ഖുറൈശികളുടെ ഒരു ഇലാഹിനെ പിടിച്ചിട്ട് ഏകദൈവം എന്ന് വിളിക്കുന്ന പണിയാണ് താങ്കൾ കാണിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ബഹുദൈവ വിശ്വാസം. ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദര, ഈ ഖുറൈശികൾക്കുണ്ടായിരുന്ന അള്ളയാണ് ഈ ബനെ ഇസ്രായേൽ സമൂഹം ആരാധിച്ച യാഹു എന്ന് ഏതെങ്കിലും ഒരു ഖുറൈശി പറഞ്ഞിട്ടുണ്ടോ? തിരിച്ച് ഏതെങ്കിലും ഒരു യഹൂദൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ അള്ള എന്ന് പറയുന്ന 3 പെൺമക്കളുള്ള ദൈവമായി ഈ യാഹുവയ്ക്ക് 3 പെൺമക്കളായിട്ട് ഏതെങ്കിലും ഖുറൈശിയോ യഹൂദനോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്തൊരു അബദ്ധമാ. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അവര് വിശ്വസിക്കുന്ന വിശ്വാസത്തിന് കടത്തിവെക്കാനാണ് ഈ ഖുർആൻ ആയത്ത് അള്ളാഹു ഇറക്കിയത് എന്ന് പറഞ്ഞു. അപ്പൊ താങ്കൾക്ക് വീണ്ടും അത് മനസ്സിലാകുന്നില്ല. മനസ്സിലാകാത്തതായിട്ട് താങ്കൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് ഈ യാഹുവ എന്ന് പറയുന്ന പരമസത്യമായ ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ തന്നെയാണോ യേശു ക്രിസ്തു
ക്രിസ്തു, എന്റെ ചോദ്യം കൂടെയാണ്, എങ്കിൽ ആ യേശു ക്രിസ്തു ആണ് മുഹമ്മദ് നബിയെയും മറ്റെല്ലാ പ്രവാചകന്മാരെയും നിയോഗിച്ചത് എങ്കിൽ ആ ഇറങ്ങിയ സുറിയാനി ഭാഷയിൽ നിലവിലില്ലാത്ത, ഇന്ന് ആര് സംസാര ഭാഷ പോലും ആകാത്ത ഇഞ്ചീൽ എന്ന ഗ്രന്ഥത്തിൽ സുറിയാനി ഭാഷ കൊണ്ട് എഴുതിയ ആ ഗ്രന്ഥത്തിൽ ആരെയാണ് അവിടെ ദൈവമായിട്ട് പറയുന്നത്? റിക്വസ്റ്റ്, എന്റെ ഒരു ഉപചോദ്യമായിട്ടാണ് ഇതിൽ താങ്കൾ കേൾക്കാം. ഇത് ഉപചോദ്യമല്ല, താങ്കളുടെ ചോദ്യമാണ്. അതുകൊണ്ട് 3 മിനിറ്റാണ് ഉത്തരം വെക്കാറായാൻ നമ്മൾ സമയമെടുക്കുന്നത്. ഓക്കെ, താങ്കളുടെ ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ലാത്ത മനാത്ത വിഷയങ്ങളിൽ നിന്ന്, അതായത് യഥാർത്ഥ യാഹു എന്ന ഏകസത്യ ദൈവത്തെ ആരാധിക്കാതെ ഈ മക്ക മുശ്രിക്കുകളുടെ ഖുറൈശികളുടെ 3 പെൺമക്കളുടെ അപ്പനായ ദൈവത്തെ ഏകദൈവം എന്ന് വിളിച്ച് ആരാധിക്കേണ്ട ഒരു ഗതികേട് എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കാതെ അദ്ദേഹം പുതിയൊരു ചോദ്യം എന്നോട് ചോദിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് അവരുടെ അവിശ്വാസത്തിന്, അന്ധവിശ്വാസത്തെ കടക്കൽ കത്തിവെച്ചാണ്. അങ്ങനെയാണെങ്കിൽ ലാത്തേനും മനാത്തേനും ഹുസൈനും കൂടെ അല്ലല്ലോ, അവരുടെ അപ്പനായ അള്ളാനെയും കൂടെ തള്ളിക്കളഞ്ഞിട്ട് യാഹു എന്ന ഏകസത്യ ദൈവത്തെ ആരാധിക്കാൻ മുഹമ്മദ് പറഞ്ഞിരുന്നെങ്കിൽ അവരുടെ അന്ധവിശ്വാസത്തിന് കടക്കൽ കത്തിവെച്ചു നമുക്ക് സമ്മതിക്കാമായിരുന്നു. പക്ഷേ ലാത്തേനും മനാത്തേനും ഹുസൈനും മാത്രമേ കളഞ്ഞുള്ളൂ, അവരുടെ അപ്പനായ അള്ളാനെ കളഞ്ഞിട്ടില്ല, യാഹുവിനടുത്ത് അംഗീകരിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ മുഹമ്മദിന്റെ പിന്നാളികളും ചെയ്യുന്നത് ഈ യഥാർത്ഥ ഏകദൈവത്തെ ആരാധിക്കാതെ കണ്ട ബഹുദൈവങ്ങളുള്ള ഒരാളെ ഏകദൈവം എന്ന് വിളിച്ച് ആരാധിക്കുന്ന പണിയാണ്. ഓക്കെ, ഇനി ഇദ്ദേഹം ചോദിച്ച ചോദ്യം, സുറിയാനി ഭാഷയിൽ ഒരു ഗ്രന്ഥം ഇറക്കിയെന്നു. സുറിയാനി ഭാഷയിൽ ഒരു ഗ്രന്ഥവും ഇറക്കിയതായിട്ട് ഈ യേശുക്രിസ്തു ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 500-600 വർഷം വരെ ഒരു മനുഷ്യൻ പോലും പറഞ്ഞിട്ടില്ല. സുറിയാനി ഭാഷയിൽ ഇഞ്ചീൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഇറങ്ങിയെന്ന് മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും പറഞ്ഞത് പച്ച നുണയാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഗ്രീക്ക് ഭാഷയിലാണ് സുവിശേഷം എഴുതപ്പെട്ട് ഈ ഈവഞ്ചേലിയോൻ എന്ന് പറയുന്ന ഗ്രീക്ക് പദം, ആ പദമാണ് സുവിശേഷങ്ങളുടെ സമാഹാരത്തിന് ഗ്രീക്ക് ഭാഷയിലുള്ളത്. കാര്യം ക്രിസ്തീയ വിശ്വാസപ്രകാരം അപ്പോസ്തലന്മാർ ഗ്രീക്ക് ഭാഷയിലാണ് സുവിശേഷങ്ങളും ഗ്രന്ഥങ്ങളും എല്ലാം എഴുതിയത്. അപ്പൊ ഈവഞ്ചേലിയോൻ എന്ന് പറയുന്ന ആ ഗ്രീക്ക് പദം തന്നെ സുവിശേഷം എന്ന ഗ്രീക്ക് സുവിശേഷത്തെ വിളിക്കുന്ന ഗ്രീക്ക് ഭാഷയിലെ പേരാ. ആ ഗ്രീക്ക് പദത്തിന്റെ അരാമിക് രൂപം, അതായത് ആ ഗ്രീക്ക് പദത്തെ അരാമിക്കിലേക്ക് പിൽക്കാലത്ത് കടമെടുത്തതാണ് ഏവങ്കേലിയോൻ എന്ന് പറയുന്ന ആ പദം. അതിൽ നിന്നാണ് ഇഞ്ചീൽ എന്ന് പറയുന്ന, ഈ ഇവാഞ്ചേലിയോനിൽ നിന്നാണ് ഇഞ്ചീൽ എന്ന അറബി പദം പോലും ഉണ്ടായിട്ടുള്ളത്. അറബി പദത്തിന്റെ എറ്റിമോളജി എടുത്ത് പഠിച്ചാൽ അറിയാം. അതുകൊണ്ട് തന്നെ ഗ്രീക്ക് ഭാഷയിലാണ് യഥാർത്ഥ സുവിശേഷം ഇറങ്ങിയതെന്നും, അതായത് അപ്പോസ്തലന്മാരാണ് യഥാർത്ഥ സുവിശേഷം എഴുതിയെന്നും, ആ സുവിശേഷത്തിന്റെ ഈവഞ്ചേലിയോൻ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് പിൽക്കാലത്ത് മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ കടമെടുക്കപ്പെട്ട പദമാണ് അറബി ഭാഷയിൽ ഈ ഇഞ്ചീൽ എന്ന് പറയുന്ന പദം. അല്ലാതെ ഇഞ്ചീൽ എന്ന് പറയുന്ന ഒരു സുവിശേഷ ഗ്രന്ഥമോ ഈ പറയുന്ന ഏവങ്കേലിയോൻ എന്ന് പറയുന്ന ഒരു അരാമിക് ഗ്രന്ഥമോ ഇറങ്ങിയിട്ടില്ല. കാര്യം ഈ പദങ്ങളുടെ എല്ലാം മൂലപദം ഗ്രീക്ക് പദമാണ്. അപ്പൊ മൂലഗ്രന്ഥം ഗ്രീക്ക് ഭാഷയില, അല്ലാതെ അരാമിക് ഭാഷയില, അറബി ഭാഷയിലൊന്നും അല്ല. അപ്പൊ ഇഞ്ചീൽ എന്ന് പറയുന്ന അരാമിക് ഭാഷയിൽ ഒരു ഗ്രന്ഥം ഇറങ്ങിയെന്ന് മുഹമ്മദും മുസ്ലിങ്ങളും പറയുന്നത് പച്ചക്കള്ളമാണെന്ന് ആ ഖുറാനിൽ ഇഞ്ചീൽ എന്ന് പറയുന്ന പദത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. അതല്ലെങ്കിൽ അത് തെളിയിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ സഹോദരനുണ്ട്. ഇഞ്ചീൽ എന്ന പദത്തിന്റെ എറ്റിമോളജി എടുത്ത് പഠിച്ച ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിക്കോളൂ. ഇഞ്ചീൽ എന്ന പദം വന്നത് ഈ ഇവഞ്ചേലിയോൻ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. സുറിയാനി ഭാഷയിൽ അതിനെ ഏവങ്കേലിയോൻ എന്ന് പറയും. ഏവങ്കേലിയോൻ എന്ന് സുറിയാനി ഭാഷയിൽ പറയുന്നതാണ്. ഈ ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉടലെടുക്കപ്പെട്ട പിൽക്കാലത്ത് അരാമിക്കിലും സിറിയാക്കിലും അറാബിക്കിലും വന്ന പദമാണ് ഈ പറയുന്ന ഏവങ്കേലിയോനും ഇഞ്ചീലും ഒക്കെ. അപ്പൊ ആ സുവിശേഷത്തിന്റെ മൂലരൂപം ഗ്രീക്ക് ഭാഷയിലാണ് അപ്പോസ്തലന്മാർ എഴുതുന്ന വ്യക്തമല്ലേ? പിന്നെ എന്തിനാ ഈ നുണ പറയുന്നത്? കഴിഞ്ഞല്ലേ? ഓക്കെ, താങ്കൾക്ക് ഇതിനെ മറു ചോദ്യം ചോദിക്കാനുള്ള സമയമാണ്. ഇപ്പൊ താങ്കളോട് എനിക്കുള്ളൊരു ചോദ്യം കഴിഞ്ഞു, താങ്കൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം കഴിഞ്ഞു. അതിന്റെ വിശദീകരണ സമയമാണ്. ഓരോ മിനിറ്റ് വീതം നമുക്ക് 2 കൂട്ടർക്കും എടുക്കാനുള്ള സമയമാണ്. താങ്കൾ സ്റ്റാർട്ട് ചെയ്തോളൂ. അതായത് ഈ ഇഞ്ചീൽ എന്ന് പറയുന്ന, അതായത് പുതിയ ബൈബിൾ, പുതിയ നിയമം, ഈ പുതിയ നിയമവും പഴയ നിയമവും തോറ മുതൽ ഇങ്ങോട്ട് വന്ന നിയമസംഹിതകളും പുതിയ നിയമവും ഒരു കാരണവശാലും പുതിയ നിയമത്തിന്റെ ആൾക്കാർ, അതായത് ക്രൈസ്തവർ എന്ന് പറയുന്നവർ, ക്രിസ്ത്യാനികൾ എന്ന് പറയപ്പെടുന്നവർ, ഇവരാരും പഴയ നിയമം തോറ മുതൽ യേശുക്രിസ്തു വരെ ഉള്ള അതിനുമായിട്ട് യാതൊരു അവകാശപ്പെടാനും യാതൊരു സാധ്യതയുമില്ല. കാരണം അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം യേശുക്രിസ്തുവിനെ പോലും കൊല ചെയ്ത് കുരിശിലെ ജൂതന്മാരാണ്. ഒരിക്കലും അവർ അംഗീകരിച്ചിട്ടില്ല യേശുക്രിസ്തുവിനെ. എന്ന് പറഞ്ഞാൽ കുരിശിലേറ്റുന്നവൻ ശപിക്കപ്പെട്ടവനെന്നാണ്. അങ്ങനെ ശപിക്കപ്പെട്ടവരുടെ ഗ്രന്ഥവും തുതിക്കൊണ്ടാണ് എന്തെങ്കിലും ഏകദൈവത്തെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ പുതിയ നിയമത്തിന്റെ വക്താക്കൾ നടത്തേണ്ട ഒരു ഗതികേടാണ് ഉള്ളത്.
മറിച്ച് യേശുക്രിസ്തു താങ്കളുടെ സമയം കഴിഞ്ഞു. 3 വർഷം താങ്കളുടെ സമയം കഴിഞ്ഞു. എന്റെ സമയം. താങ്കൾ എന്ത് അബദ്ധമാ പറയുന്നത്? ഈ തോറ എന്ന് പറയുന്ന ഗ്രന്ഥം യേശുക്രിസ്തുവിനെ കൊന്ന യഹൂദന്മാർക്ക് മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെല്ലാം യഹൂദന്മാരായിരുന്നു. ഈ മോശ എന്ന് പറയുന്ന പ്രവാചകൻ മുതൽ ഇങ്ങോട്ടുള്ള പ്രവാചകന്മാർ എഴുതി വെച്ച തനാക്ക് എന്ന് പറയുന്ന വിശുദ്ധ വേദഗ്രന്ഥങ്ങളുടെ സമൂഹത്തെ ഈ പറയുന്ന യേശുക്രിസ്തുവിനെ കൊന്ന പരീശന്മാരുടെ കുടുംബസ്വത്തൊന്നുമല്ല. പത്രോസ് യഹൂദനായിരുന്നു, പൗലോസ് യഹൂദനായിരുന്നു, യാക്കോബ് യഹൂദനായിരുന്നു, യോഹന്നാൻ യഹൂദനായിരുന്നു, സകല ശിഷ്യന്മാരും യഹൂദന്മാരായിരുന്നു. അവർക്കും കൂടെ അവകാശപ്പെട്ട ഗ്രന്ഥമാണ്. ആ യഹൂദന്മാരായ ശിഷ്യന്മാരാണ് ഈ യഹൂദ വിശ്വാസപ്രകാരം തനാക്കിൽ പറയുന്ന യാഹുവെ തന്നെയാണ് യേശുക്രിസ്തുവെന്നും യാഹുവെ പുത്രനായി ഇറങ്ങി വന്നാണ് യേശുക്രിസ്തുവെന്നും വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചത്. ഈ മുഹമ്മദ് ഈ തോറയും ഇഞ്ചിയിലും എടുക്കുക മുഹമ്മദ് യഹൂദനാണോ? മുഹമ്മദ് ക്രിസ്ത്യാനിയാണോ? പിന്നെ മുഹമ്മദ് എന്തിനെ തോറയും ഇഞ്ചിയിലും എടുത്തോണ്ട് നടക്കണേ? ഇന്നും ഇസ്രായേലിനെ കുറ്റം പറയുന്ന താങ്കൾ എന്തിനാണ് ഈ മുഹമ്മദ് തോറ എടുത്തോണ്ട് നടന്നപ്പോൾ താങ്കൾ അതിനെ പരിഹസിക്കുന്ന എന്ത് ലോജിക്കാവുള്ള? ഇന്നും ഇസ്രായേലിലെ ജൂതന്മാരെ ജ്യൂസ് പോലും കുടിക്കരുതെന്ന് പറയുന്ന ആളുകളാണ്. അങ്ങനെ പിന്നെ ഇസ്രായേലിന്റെ തോറയെ മുഹമ്മദ് എന്തിനാ നമസ്കരിച്ച്? കഴിഞ്ഞു. ആ സുഹൃത്തെ, ഈ നമ്മൾ ചർച്ച നല്ല രസകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിൽ വേറെ ഒരു തടസ്സം ഉണ്ടാവാൻ പാടില്ല. ഞാൻ ചോദ്യം ഇത്രയേ ഉള്ളൂ. പത്രോസ്, പൗലോസ്, ലൂക്കോസ് എല്ലാം ജൂതന്മാരായിരുന്നു. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ അവർ പിൻപറ്റിയതും അനുസരിച്ചതും യേശുക്രിസ്തുവിനെയാണല്ലോ, ഈസബിന് മറിയമിനെയാണല്ലോ. ഈസബ് മറിയം ആണ്ടപ്പാട് 3.5 വർഷക്കാലമേ ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ടുള്ളൂ എന്നും ബൈബിൾ പറയുന്നു, പുതിയ നിയമത്തിൽ പറയുന്നു. ആ ബൈബിളില് വളരെ കൃത്യമായിട്ട് യേശുക്രിസ്തു ദൈവത്തെ എങ്ങനെ പരിചയപ്പെടുത്തി? യാഹോവ എന്ന് പരിചയപ്പെടുത്തിയോ, അത് ഞാൻ തന്നെയാണ് ദൈവം എന്ന് പരിചയപ്പെടുത്തിയോ, യഹോവയാണെന്ന് പരിചയപ്പെടുത്തിയോ, ഗോഡാണെന്ന് പരിചയപ്പെടുത്തിയോ? അത് എന്തൊക്കെ സമയം അത്രയും മതി. താങ്കൾ മറുപടി പറഞ്ഞോളൂ. കഴിഞ്ഞോ? ഇവിടെ താങ്കൾ പറഞ്ഞ ഈ 30 സെക്കൻഡാണ് താങ്കൾ സംസാരിച്ചത്. അതിനകത്ത് പറഞ്ഞ 2 അബദ്ധങ്ങളാണ്. ഒന്നാമത്തെ യേശു 3.5 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചോളന്ന്. 33 വർഷം യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചു, 3.5 അല്ല. 2, ഈസാ ബിനു മറിയോ എന്ന്. ഏത് ഈസ, ഏത് മറിയം? താങ്കൾ പറയുന്ന ഈസാ ബിനു മറിയം ജീവിച്ചിരുന്ന BC 2000-ലാ. ഞങ്ങളുടെ യേശുക്രിസ്തു ജീവിച്ചിരുന്നത് BC 4 മുതൽ AD 30 വരെയാ. കാരണം നിങ്ങളുടെ ഈസാ ബിനു മറിയത്തിനകത്തെ മിറിയം ജനിക്കുന്നു. മിറിയം ആരുടെ പെങ്ങളാ? ഹാറൂന്റെ പെങ്ങളും ഈ ഇമ്രാന്റെ സഹോദരിയുമായ മിറിയത്തിന്റെ മോനാണ് നിങ്ങളുടെ ഈസാ ബിനു മറിയം. ആ ഈസാ ബിനു മറിയുമായിട്ട് ബൈബിളിലെ യേശുക്രിസ്തു ബന്ധമില്ല. കാര്യം ഹാറൂന്റെ പെങ്ങളും അമ്രാമിന്റെ മോളുമായ മറിയം ജീവിച്ചിരുന്നത് മോശയുടെ കാലഘട്ടത്തിലാണ്. മോശയുടെ കൂടെ പെങ്ങളാ മിറിയം. ഹാറൂന്റെ പെങ്ങളും അമ്രാമിന്റെ മകളും, അതായത് ഇമ്രാന്റെ മകളുമായിട്ടുള്ള ഈ മിറിയാം ജീവിച്ചിരുന്നത് ഈ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന സംഘത്തിലെയാ. ആ ഈസാ ബിനു മറിയവും BC 4 ജീവിച്ചിരുന്ന യേശുക്രിസ്തു ഒന്നാന്ന് പറഞ്ഞാൽ താങ്കൾ എന്ത് അബദ്ധമാ പറയുന്നത്? ഓക്കെ, അപ്പം ഈസബിന് മറിയമിന്റെ പുത്രനല്ല, മറിയം ഹാറോന്റെ സഹോദരിയാണ് എന്നാണ് താങ്കൾ പറഞ്ഞത്. ഹാറൂൻ മോശയുടെ സഹോദരനാണ്. അങ്ങനെയാണ് പറഞ്ഞത്. വിശുദ്ധ ഗ്രന്ഥങ്ങൾ താങ്കൾ പരിശോധിച്ചാൽ, ബൈബിൾ വേണമെങ്കിലും പരിശോധിച്ചാൽ മനസ്സിലാവും. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ മനസ്സിലാവും. ഗ്രീക്ക് തത്വസംഹിതകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഫിലോസഫികൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഈ ഓരോന്നിനും ഓരോ ശൈലി ഉപയോഗിക്കാറുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് ഹാറൂന്റെ സഹോദരി ഈ മറിയമേ എന്ന് പറഞ്ഞത്. ഈ സത്യവിശ്വാസികൾ എല്ലാവരും ഒരേ ശരീരം പോലെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നു. ആ സത്യവിശ്വാസികൾ ഒരേ ശരീരം പോലെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എല്ലാ ശരീരങ്ങളും ഒരുമിച്ച് കൂടിയെന്നാണോ? അത് അതിന്റെ ഒരു ശൈലിയാണ്, ഒരു സാഹിത്യ ശൈലിയാണ് ഹാറൂന്റെ സഹോദരി എന്ന് പറയുന്നത്. ഇത് കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ മാത്രം വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കോമൺ സെൻസ് എന്നുള്ള സാധനവും വേണം. അതോടൊപ്പം തന്നെ സാഹിത്യ ഭംഗിയെക്കുറിച്ച്. താങ്കളുടെ സമയം കഴിഞ്ഞു. എന്റെ പൊന്ന് സഹോദര, ഖുർആനകത്തൊരു ചരിത്രപരമായ അബദ്ധം എഴുതി വെച്ചിട്ട് അത് കോമൺ സെൻസ് വേണമെന്ന് പറഞ്ഞാൽ ഈ എഴുത്തുകാരനോടാ ഞങ്ങൾ ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് വല്ല കോമൺ സെൻസും ഉണ്ടോ? ഇമ്രാന്റെ മകളെ ഹാറൂന്റെ സഹോദരി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ പിന്നെ ഇമ്രാന്റെ സഹോദരിയല്ലേ? എങ്ങനെയാണ് ഇമ്രാന്റെ മാത്രം മകളായ? ഹാറൂൺ അമ്രാം എന്ന് പറയുന്ന ഒരാളുടെ മോനാണ് അഹരോൻ. ആ ഇമ്രാൻ എന്ന് പറയുന്ന ആളുടെ മോനാണ് ഈ ഹാറൂൺ എന്ന് പറയുന്നത്. അങ്ങനെ മറിയത്തെ മാധവരുടെ സന്തതി പരമ്പര 2000 വർഷങ്ങൾക്ക് ശേഷം വന്ന സന്തതി പരമ്പരയിൽപ്പെട്ട മറിയത്തെ ഹാറൂന്റെ സഹോദരി എന്ന് വിളിച്ചാൽ അമ്രാന്റെ സഹോദരി എന്ന് വിളിക്കണ്ടേ? പിന്നെ എന്തുകൊണ്ടാണ് ഇമ്രാന്റെ മകളെന്ന് വിളിച്ചെന്തുകൊണ്ടാ? അപ്പൊ അവിടെ ഈ കോമൺ സെൻസ് ഇല്ലായിരുന്നോ ഖുർആൻ എഴുത്തുകാർക്ക്? അള്ളാഹ്ക്ക് ഇടക്ക് മാത്രം കോമൺ സെൻസും ഇടക്ക് മാത്രം കോമൺ സെൻസ് ഇല്ലായ്മയും വന്നോ? അപ്പൊ ഹാറൂന്റെ പെങ്ങളെന്നാണ് വിളിക്കുന്നതെങ്കിൽ ഇമ്രാന്റെയും പെങ്ങളല്ലേ? എങ്ങനെയാണ്? ഹാറൂന്റെ മാത്രം പെങ്ങളാണോ? ഇമ്രാന്റെ പെങ്ങളല്ലേ?
ഇപ്പൊ താങ്കളുടെ മുതുമുത്തച്ഛന്റെ സഹോദരനാണ് താങ്കളെന്ന് ആരെങ്കിലും പറയോ സഹോദര? മോളാണെന്ന് പറയാം. ഇപ്പോ താങ്കളുടെ മുതുമുത്തച്ഛന്റെ പേരെടുത്താൽ അദ്ദേഹത്തിന്റെ ഒരു പുത്രനാണ് താങ്കളെന്ന് പറയാം. അല്ലാതെ അദ്ദേഹത്തിന്റെ ചേട്ടനാണെന്നോ അനിയനാണെന്നോ പറയോ സഹോദര? എന്തൊരു അബദ്ധമാ! കോമൺ സെൻസ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്കില്ലേ മുസ്ലിങ്ങൾക്ക്? കഴിഞ്ഞു. അതായത് ഞാൻ ഈ കോമൺ സെൻസ്, അതാണ് ഞാൻ ഒരു വാചകം പറഞ്ഞിട്ടാണ് നിങ്ങളടുത്ത് പറഞ്ഞത്. അത് ആലോചിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ എഴുതാൻ വേണ്ടി പറഞ്ഞതേ അല്ല. അതായത് ഞാൻ അതിന്റെ ഗ്രീക്ക് ഭാഷയെക്കുറിച്ച്, അതിന്റെ സാഹിത്യത്തെക്കുറിച്ച്, പ്രകൃതിയുടെ കയറിനെ കുറിച്ച് പഠിച്ചാൽ മനസ്സിലാവും, ബഷീറിന്റെ നോവലുകളെ കുറിച്ച് മനസ്സിലാവും. അതൊരു സാഹിത്യ ഭംഗി, സാഹിത്യ രൂപം, അതിന്റെ ആലങ്കാരിക ലൈനാണത്. അത് മനസ്സിലാകുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല, ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യം, അതായത് യാഹൂവയാണോ പുതിയ ബൈബിളിലെ യഹോവ? അത് ആര് പറഞ്ഞു യഹോവ എന്ന്? ആ യഹോവയാണോ ആദരണീയായ ഈസബിൻ മറിയം? താങ്കൾക്ക് ഉത്തരം പറയാം. ഇവിടെ താങ്കൾ ഇപ്പോഴും പറഞ്ഞ ഒരു കാര്യത്തിനൊന്ന് മറുപടി പറഞ്ഞിട്ട് പോയിക്കോട്ടെ. അതൊരു സാഹിത്യ ഭംഗിയാണ്. അതാ ഞാൻ ചോദിച്ചതിന് ഇപ്പോഴും താങ്കൾ പറഞ്ഞില്ല. പിന്നെ അമ്രാന്റെ മാത്രം മോളെന്ന് എങ്ങനെ പറഞ്ഞു? അമ്രാന്റെ സഹോദരി എന്നല്ലേ പറയണ്ടേ? ഇമ്രാന്റെ സഹോദരി എന്നല്ലേ പറയണ്ടേ? ഇമ്രാന്റെ മോളും ഹാരൂന്റെ സഹോദരി എന്ന് പറഞ്ഞത് എന്ത് സാഹിത്യ ഭംഗിയാണെന്ന് ഞങ്ങൾ ചോദിച്ചത്. താങ്കളുടെ അപ്പൂപ്പന്റെ സഹോദരനാണ് താങ്കൾ എന്ന് പറഞ്ഞാൽ അത് വിവരക്കേടാണ്. താങ്കളുടെ അപ്പൂപ്പന്റെ സഹോദരൻ എന്ന് ഒരിക്കലും താങ്കളെ പറയില്ല. ഓക്കെ, അപ്പൊ അത് ഖുർആൻ എഴുതിയപ്പോൾ അള്ളാഹ്ക്ക് പറ്റിയ കയ്യബദ്ധം മാത്രമേ ഉള്ളൂ. പിന്നെ യാഹുവെ തന്നെയാണ് യേശു ക്രിസ്തുവായിട്ട് ഭൂമിയിൽ വന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പുരാതന വേദങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിന് 400 വർഷങ്ങൾക്ക് മുന്നേ എഴുതപ്പെട്ട യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ 9:6 നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനായ ദൈവം, ഗിബ്ബോർ ഏൽ, വീരനായ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും, എന്ന് പേർ വിളിക്കപ്പെടും. വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വീരനായ ദൈവം എന്ന് വിളിക്കപ്പെടുന്നവൻ തന്നെയാണ് ഈ ഭൂമിയിൽ നമുക്കൊരു ശിശുവായിട്ട് ജനിക്കുകയെന്ന്. എന്നാൽ ഇതുപോലെ ഒരു വേദത്തിൽ ഈ അള്ളാഹയാണ് ദൈവം എന്ന് പറയുന്ന ഒരു വേദഗ്രന്ഥം താങ്കൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. കഴിഞ്ഞു. ഞാൻ ചോദിച്ചതിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. വീരനാം പിതാവ്, വീരനാം ദൈവം, കുഞ്ഞെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ എന്ത് പേരിൽ അറിയപ്പെടുമെന്നാണ് ചോദിച്ചത്. യാഹുവേ എന്നറിയപ്പെടുമോ, യേശുക്രിസ്തു എന്നറിയപ്പെടുമോ, യഹോവ എന്നറിയപ്പെടുമോ എന്നാണ് എന്റെ ചോദ്യം. മനസ്സിലായില്ലേ? മറ്റ് ഹാറോന്റെ കാര്യം താങ്കൾക്ക് അത് ഇതുവരെ മനസ്സിലായിട്ടില്ല. കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാല് സാഹിത്യ ഭംഗിയില് സഹോദരനെയും അപ്പൂപ്പനെയും ചേർക്കേണ്ട കാര്യമില്ല. അതൊരു തിയറി ഫാസ്റ്റാണ്. അത് നമുക്ക് മനസ്സിലാവും. അത് നമുക്ക് ആ രൂപത്തിലുള്ള പുസ്തകങ്ങൾ എടുത്ത് അയച്ചു തരാം. അപ്പൊ അതിന്റെ ഒരു ശൈലിയാണ്. അതവിടെ ഇരിക്കട്ടെ. ഇത് ഞാൻ ചോദിച്ചതിന് താങ്കൾ വ്യക്തമായ ഒരു മറുപടി തരണം. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു, പഠിക്കാൻ വേണ്ടിയാണ്, മനസ്സിലാക്കാൻ വേണ്ടിയാണ്, കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയാണ്, ഒരു സത്യാന്വേഷിയാണെന്ന് പറഞ്ഞു. അപ്പൊ ആ രൂപത്തിലായിരിക്കണം നമ്മുടെ സംഭാഷണങ്ങൾ മുഴുവൻ പോകേണ്ടത്. അപ്പൊ എന്റെ ചോദ്യം, ആ തൗറയിലെ യാഹുവാണോ യേശുക്രിസ്തു? ആ യേശുക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ യേശുക്രിസ്തു വീരനാം പുത്രൻ മാത്രമേ പറഞ്ഞോളൂ. എന്ത് പേരാണ് പുതിയ ബൈബിളിൽ അതിനെ കുറിച്ച് പറഞ്ഞത്? ഇവിടെ താങ്കൾ പറഞ്ഞത് താങ്കൾ സത്യാന്വേഷിയാണ്. അങ്ങനെയാണെങ്കിൽ ഖുറാനിലെ ചരിത്രപരമായ വിഡ്ഢിത്തം ചൂണ്ടിക്കാണിച്ചപ്പോൾ താങ്കൾ ഒരിക്കലും അതിനെ ന്യായീകരിക്കില്ലായിരുന്നു. താങ്കൾ യഥാർത്ഥ ഒരു സത്യാന്വേഷിയാണെങ്കിൽ. കാര്യം ഖുറാൻ ഒരു സാഹിത്യ ഗ്രന്ഥമല്ലെന്ന് ഖുറാനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ലളിതമായ ഭാഷയിൽ, ഒട്ടും വക്രതയില്ലാത്ത അറബി ഭാഷയിൽ എഴുതപ്പെട്ടിടത്രേ. മുഹമ്മദ് ഒരു കവിയുമല്ല, ഞാൻ ഒരു കവിത ഒട്ട് കൊടുത്തിട്ടുമില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പൊ ഒരു സാഹിത്യ ഭാഷയും സാഹിത്യ ഭംഗിയൊന്നും അല്ല, ചരിത്രപരമായ മണ്ടത്തരമാണ് ഖുറാനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ താങ്കൾ ചോദിച്ചു യേശു ക്രിസ്തു യഹോവ തന്നെയാണെങ്കിൽ യേശു എന്ന് തന്നെ അല്ലേ അറിയപ്പെടുന്നത്? എന്റെ പൊന്നു സഹോദര, അള്ളാഹു എന്ന് വിളിച്ചാലും, അള്ളാഹു അൽ റഹ്മാൻ ബിസ്മില്ലാഹി റഹീം എന്ന് പറഞ്ഞാലും ഒരല്ലാഹുവിനെ കുറിച്ച് തന്നെയല്ല, രണ്ട് അള്ളാഹു അല്ലല്ലോ. അള്ളാഹി റഹീം എന്ന് പറഞ്ഞാലും അള്ളാഹു റഹീമാനി എന്ന് പറഞ്ഞാലും രണ്ടും